മോശമല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിലും തൊഴിൽ രജിസ്ട്രേഷൻ അനുസരിച്ച് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല നിലയിൽ തന്നെ ഈ പ്രവൃത്തി തുടർന്നു പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. മാത്രമല്ല ബ്ലോക്ക് തലത്തിലുള്ള ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറുടെ നേതൃത്വത്തിൽ കൃത്യമായ മോണിറ്ററിംഗ് എല്ലാ പഞ്ചായത്തുകളും നടത്തുന്നുണ്ട്. മോണിറ്ററിംഗ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആ രീതിയിൽ നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിൽ തന്നെ നടത്താൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത സ്ത്രീകൾ മാത്രമാണ് ഇതിൽ ഭൂരിഭാഗം. ഒരു 80% സ്ത്രീകളാണ് തൊഴിൽ വരുന്നത്. സ്ത്രീകൾക്ക് നല്ലൊരു സംതൃപ്തിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് പ്രവൃത്തിക്ക് പോകുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കൃത്യമായി പണി ഇല്ലാത്ത പ്രശ്നമല്ല. തൊഴിലാളികൾ സ്ഥിരമായി വരാൻ തയ്യാറാണ്. പ്രവൃത്തി കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് പ്രവൃത്തി സമയബന്ധിതമായി എടുത്തു കൊടുക്കുക എന്ന കാര്യത്തിലും അതുപോലെ തന്നെ TS കിട്ടുന്ന കാര്യത്തിലാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. മൊത്തത്തിൽ നല്ല തരത്തിൽ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ജലാശയങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലായാലും തോടുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ അതൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി വരാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാർഷിക മേഖലയിൽ നല്ലൊരു ഉണർവുണ്ടാക്കാൻ ഈ പദ്ധതിയുടെ ഭാഗമായി കഴിയും. അപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസന രംഗത്തും സാമൂഹ്യ ജീവിത വികസനത്തിൻ്റെ കാര്യത്തിലും നല്ല മുന്നേറ്റമാണ് ഇതിൻ്റെ ഭാഗമായി. തൊഴിലുറപ്പ് പദ്ധതി വന്നതിന് ശേഷം നമ്മളെല്ലാം കുറച്ച് പണിയെടുക്കാനും പഠിച്ചു. അത് 100 ദിവസത്തിലധികമായാലും നമ്മൾ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ചൂഷണ മനോഭാവം പല ഗ്രാമങ്ങളുടെ ഭൂപ്രകൃതിയിലും കാതലായ മാറ്റങ്ങൾ വരുത്തി. ഈ ഭൗമ ചൂഷണ പ്രവർത്തനങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ആവാസ വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നൽകുന്നത്. ഈ പദ്ധതിയുടെ അകക്കാമ്പ് അറിഞ്ഞുകൊണ്ടുള്ള പദ്ധതി രൂപീകരണ നിർവഹണ പ്രവർത്തനങ്ങളാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ തുടർ പ്രവർത്തനങ്ങളായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് യഥാസമയം വിനിയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപടി ആസ്തികൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 UP സ്കൂളുകൾക്ക് നമുക്ക് ഗ്രൗണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രാമസഭയിലും മറ്റ് യോഗങ്ങളിലെല്ലാം ഉയർന്നു വരുന്ന പൊതുസ്ഥലത്തുള്ള കളിസ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 സ്ഥലത്ത് കളിസ്ഥലം, സ്കൂളിന് പുറമെ 3 സ്ഥലത്ത് കളിസ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടശേഖരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടശേഖരങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ 2 പാടശേഖരങ്ങൾ, ഒന്ന് മലപ്പച്ചേരി അതുപോലെ തന്നെ എരിപ്പ് പാടശേഖരങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലസംരക്ഷണ പ്രവർത്തനം എന്നുള്ള നിലയിൽ പ്രകൃതിദത്തമായിട്ടുള്ള പള്ളങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പുതിയ തടാകങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ചെറിയ തോടുകൾ ആഴം കൂട്ടി ചെക്ക് ഡാം ഉണ്ടാക്കിക്കൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനം വാട്ടർ ഷെഡ് ബേസിൽ ചെയ്യാമെന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വാട്ടർ ഷെഡ് ബേസിൽ നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹമാണുള്ളത്. ഏതായാലും വലിയൊരു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഉണർവുണ്ടാക്കുന്ന നിലയിലുള്ള പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ നമുക്ക് ജില്ലയ്ക്കും അതിൻ്റെ ഭാഗമായി തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃക എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് മടിക്കൈ പ്രവർത്തനം നടക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള വിശ്വാസമാണ്. ഞങ്ങൾക്ക് ഈ പണി തുടങ്ങിയതിൻ്റെ ശേഷം കുറച്ച് പണിയെല്ലാം കിട്ടുന്നുണ്ട്. മറ്റേ ഞങ്ങൾക്ക് പണി അങ്ങനെ കിട്ടൽ കുറവാണ്. മഴക്കാലത്തൊന്നും തീരെ പണിയില്ല, വീട്ടിൽ തന്നെ തിരിക്കൽ പണി തന്നെ.
തൊഴിലുറപ്പ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് പണി കിട്ടുന്നുണ്ട്. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന കാവുകളും തോടുകളും ഇടവഴികളും നമ്മിൽ നിന്ന് അന്യമാകാതെ കാത്തുസൂക്ഷിക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന പ്രകൃതി ജല സംരക്ഷണ സംസ്കാരം തൊഴിലെടുക്കുന്ന അവിദഗ്ധ ഗ്രാമീണ ജനതയിലൂടെ തലമുറകളിലേക്ക് കൈമാറി വരികയാണ്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്ത എല്ലാതര പ്രവൃത്തികളും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. കുത്തിയൊലിച്ചൊഴുകുന്ന മഴവെള്ളത്തെ തടയണകൾ കെട്ടി ഭൂമിയിലേക്ക് ആഴ്ത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനോടകം പൂർത്തിയായി. പഞ്ചായത്തിൻ്റെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഒരു പിൻബലമായി മാറിയിരിക്കുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കവിയുടെ കളവല്ല പഴമയും പുതുമയും കലരുമ സ്വാതന്ത്ര്യ ദിവ്യഗീതം. ഉയരുന്നു വാനാകെയുലയുന്നു കാറ്റിൽ വീണുലയുന്നു കാലത്തെ ചുറ്റിടുന്നു. അടിമകളല്ലാത്തൊരടിമകൾ പാടുന്നു കൊടുകാറ്റായുയരുമ പാട്ടു വീണ്ടും. കരളുകൾ കേൾപ്പോർതൻ കരളുകൾ പാറുന്നു കരിയിലകൾ പോലെയക്കാറ്റിലിന്നും. ഇപ്പുതു 15 ഇന്ത്യ തന്നിട നെഞ്ചിൽ ശബ്ദം പോലുയരുന്ന പാട്ടു വീണ്ടും.